വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ പിതാവ് ലേയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, അദ്ദേഹം നൽകുന്ന പ്രസംഗങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിശുദ്ധ പിതാവ് ദരിദ്രരുടെ ലോക ദിനത്തോടനുബന്ധിച്ച് നൽകിയ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആരാധനാക്രമം അനുസരിച്ച് ക്രിസ്തുരാജൻ്റെ തിരുനാളിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ് കത്തോലിക്കാ തിരുസഭ ദരിദ്രരുടെ ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചതും അത് സ്ഥാപിച്ചതും. ഇന്നും നമ്മുടെ പല സ്ഥലങ്ങളിലും അത് നടപ്പായിട്ടില്ല, എങ്കിലും അത് ഗൗരവപൂർവ്വം കാണണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. അത് തുടർന്നുകൊണ്ട് ലേയോ മാർപ്പാപ്പ അറിയിച്ച സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഈ കൊല്ലത്തെ ഈ സന്ദേശത്തിന് ഒരു മുഖ്യ വാചകമായി എടുത്തിട്ടുള്ളത് സങ്കീർത്തനം പുസ്തകത്തിലെ 71 സങ്കീർത്തനം 5 തിരുവചനമാണ്. അവിടെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ കാണുന്നത്. ദൈവമേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം തിരഞ്ഞെടുക്കുന്നതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഈ കൊല്ലം പ്രത്യാശയുടെ വർഷമാണ്, മഹാജൂബിലി ആയിരുന്നു, തീരുകയാണ്, ഉടനെ തീരും. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദരിദ്രരുടെ ഒരു പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. കഠിനമായ കഷ്ടപ്പാടുകളാൽ ഭാരപ്പെട്ട ഒരു ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത് എന്ന് മാർപ്പാപ്പ ആമുഖമായി സൂചിപ്പിക്കുന്നുണ്ട്. ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എന്ന് ഈ സങ്കീർത്തനത്തിൽ 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ ഹൃദയം തുറവുള്ളതാണ്, ആത്മവിശ്വാസമുള്ളതുമാണ്. അതിലങ്ങനെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതാണ് വേദനയിലൂടെയും കഷ്ടപ്പാടിലൂടെയും പോകുമ്പോഴും ദൈവത്തിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവൻ, ഈ വേദനിക്കുന്നവൻ, ദൈവത്തിൻ്റെ പിന്തുണ അംഗീകരിക്കുന്നു. വേദനയിലും ദൈവത്തിൻ്റെ സഹായം അവൻ കാണുകയാണ്. അവിടുത്തെ അവൻ ഒരു അഭയശിലയായിട്ട്, ശക്തമായ കോട്ടയായിട്ടാണ് വിളിക്കുന്നത്. ഇത് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വേദനയിലൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ, ബലമായി കാണാൻ കഴിയുക എന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. അതിനാൽ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ലെന്ന് അവൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതാണ് നമുക്കറിയാമല്ലോ, പ്രത്യാശ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്ന പൗലോസ്ലീഹായുടെ വചനം എടുത്തുകൊണ്ടാണ് ഈ കൊല്ലം നമ്മുടെ എല്ലാ ചിന്തകളും മുന്നോട്ട് കൊണ്ടുപോയത്. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാകരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് സങ്കീർത്തനം മനുഷ്യൻ്റെ വേദനകൾ, അവൻ്റെ സന്തോഷങ്ങൾ, അവൻ്റെ ഉത്കണ്ഠകൾ, അവൻ്റെ ആകുലതകൾ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന പുസ്തകമാണ്. അവൻ്റെ പ്രാർത്ഥനയാണത്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ തീർച്ചയുള്ളതും ആശ്വാസപ്രദവുമായ ഉറപ്പാണ് നമ്മുടെ പ്രത്യാശയെ പ്രചോദിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 5 തിരുവചനമാണ്. അതാണല്ലോ ഈ കൊല്ലത്തെ മുദ്രാവാക്യം. അതിനാൽ ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം എല്ലാവരും അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് വിശ്വാസികളുടെയും
രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം എല്ലാവരും പ്രത്യാശ അർപ്പിക്കേണ്ടത്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10 ഈ വചനമാണല്ലോ നമ്മളോട് പറയുന്നത്. ജീവിക്കുന്ന ദൈവം വാസ്തവത്തിൽ പ്രത്യാശയുടെ ദൈവമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13 അതാണ് നമ്മോട് പറയുന്നത്. ക്രിസ്തു തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമ്മുടെ പ്രത്യാശ ആയി തീർന്നു. ഇതും ബൈബിൾ വാചകം തന്നെയാണ്, പൗലോസ്ലീഹ എഴുതിയതാണ്. 1 തിമോത്തി 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ ഓർക്കണം. ഇത് പ്രധാനമാണ്. ക്രിസ്തു തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമ്മുടെ പ്രത്യാശ ആയി തീർന്നവനാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയം വയ്ക്കുന്നത് ഒരിക്കലും നമുക്ക് പരാജയമല്ല എന്നാണിത് പറയുന്നത്. ഈ പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. അതിൽ നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാതാവിനെ പറ്റിയൊക്കെ സഭ പഠിപ്പിക്കുമ്പോഴും ഏകരക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതും അതുതന്നെയാണ്. കർത്താവിനെ സമീപിക്കാൻ നമുക്ക് ഒരിക്കലും ഒരു മടിയുണ്ടാകരുത് എന്നതാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആമുഖമായി പറഞ്ഞ ഏതാനും ചിന്തകളാണിത്. മാർപ്പാപ്പ തുടരുകയാണ്. പല ചിന്തകൾ ഇതിൽ ഈ പ്രസംഗത്തിൽ, ഈ സന്ദേശത്തിൽ നമ്മോട് പറയുന്നുണ്ട്. ദരിദ്രർക്ക് ശക്തവും ഉറപ്പുള്ളതുമായ ഒരു പ്രത്യാശയുടെ സാക്ഷികളാകാൻ കഴിയും എന്ന് പാപ്പ പറയുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദരിദ്രർക്ക്, യഥാർത്ഥത്തിലുള്ള ദരിദ്രർക്ക് ശക്തവും ഉറപ്പുള്ളതുമായ ഒരു പ്രത്യാശയ്ക്ക് സാക്ഷികളാകാൻ, ജീവിക്കാൻ കഴിയും. നമ്മൾ ബൈബിളിലെ വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? അവർ അനിശ്ചിതത്വം, ഒരു നിശ്ചയമില്ല എന്തൊക്കെയാണ് സംഭവിക്കും. യഥാർത്ഥ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ ദാരിദ്ര്യം അനുഭവിക്കുന്ന അസ്ഥിരത, പാർശ്വവൽക്കരണം എന്നിവയുടെ നടുവിലാണ് സ്വീകരിക്കുന്നത് ആ കർത്താവിൻ്റെ ആ സുരക്ഷിതത്വം സ്വീകരിക്കുന്നത്. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുരക്ഷയിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയില്ല, അവർക്കതില്ല. മറിച്ച് അവർ അവയുടെ കാരുണ്യത്താലാണ്, പലപ്പോഴും അവയുടെ ഇരകളുമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇതെല്ലാം അവർക്കുണ്ട്. അതാണ് അവരുടെ ദുരിതം. അവർക്ക് പ്രത്യാശ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ദൈവം നമ്മുടെ ഏകവും പ്രഥമവുമായ പ്രത്യാശയാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ നാമും ക്ഷണികമായ പ്രതീക്ഷകളിൽ നിന്നും ശാശ്വതമായ ഒരു പ്രത്യാശയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷണികമായതിൽ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല. ശാശ്വതമായി നിലനിൽക്കുന്ന, കോട്ടയായി നിലനിൽക്കുന്ന, ഭദ്രതയായി നിലനിൽക്കുന്ന ദൈവത്തിലേക്ക് തിരിയാനുള്ള ആഗ്രഹം സാക്ഷികളാകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കണം, ജീവിതയാത്രയിൽ, നമ്മുടെ എല്ലാവരുടെയും യാത്രയിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ആഗ്രഹിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കാവശ്യമായ യഥാർത്ഥ നിധി നാം കണ്ടെത്തുകയും ഭൗതിക സമ്പത്ത് ആപേക്ഷികമാകുകയും ചെയ്യും. ദൈവമാണ് എൻ്റെ എല്ലാം എന്ന്, യഥാർത്ഥ നിധി അതാണ് എന്ന് കണ്ടെത്തിക്കറിഞ്ഞാൽ മറ്റു പ്രയാസങ്ങളെയൊക്കെ നേരിടുന്നതിന് നമുക്ക് എളുപ്പമാകും. അതാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന്. കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ശക്തവും വ്യക്തവുമാണ്. മാർപ്പാപ്പ പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. മലയിലെ പ്രസംഗത്തിൽ മത്തായി 6:19 മുതൽ 20 വരെയുള്ള വചനമാണ്. പലപ്പോഴും നമുക്ക് കർത്താവ് പറഞ്ഞ ഈ വചനം വലിയൊരു ആശ്വാസമായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇതാണ് രണ്ടാമതായി പറഞ്ഞൊരു വാക്ക്. ദരിദ്രർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനും
ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും കഴിയുമെന്നത്. മൂന്നാമതൊരു പോയിൻ്റ് മാർപ്പാപ്പ പറയുന്നത് ഈ രേഖയിൽ, ദൈവത്തെ അറിയാതിരിക്കുക എന്നതാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപം. അത് നമ്മൾ ഓർക്കണം. ഇന്ന് ദരിദ്രരെന്ന് അഭിമാനിക്കുന്നവർക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അവർ ദൈവത്തെ മാറ്റി നിർത്തി തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയാണ്. ചുറ്റും എന്നും ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് ലക്ഷ്യബോധമില്ല. നിങ്ങൾ ദരിദ്രനെ നോക്കുക. അങ്ങനെയുള്ള ഒരാശയം വളരെയധികം വ്യാപിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തെ അറിയാതിരിക്കുക, ദൈവത്തെ സ്നേഹിക്കാതിരിക്കുക, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നതാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപം. സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ അപ്പസ്തോലിക ലേഖനമാണത്. ദരിദ്രർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിവേചനം ആത്മീയ പരിചരണത്തിൻ്റെ അഭാവമാണ്. അവിടെ മാർപ്പാപ്പ പറഞ്ഞത്, ആത്മീയ പരിചരണം അവർക്ക് കിട്ടാതെ പോകുന്നു. മറ്റുള്ളവരൊക്കെ വന്ന് മേടിക്കുമ്പോഴും അവരെ നമ്മൾ അങ്ങോട്ട് ചെന്നാലേ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവർ വരുന്നില്ല, അതവർക്ക് കിട്ടുന്നില്ല എന്നതാണ്. ദരിദ്രരിൽ ബഹുഭൂരിപക്ഷത്തിനും വിശ്വാസത്തോടൊരു പ്രത്യേക തുറവുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി. അവർക്ക് ദൈവത്തെ ആവശ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സൗഹൃദം, അനുഗ്രഹം, വചനം, കൂദാശകളുടെ സ്വീകരണം, വളർച്ചയും പക്വതയുമുള്ള ഒരു വിശ്വാസ യാത്ര എന്നിവ അവർക്ക് നൽകുന്നതിൽ നാം പരാജയപ്പെടരുത്. ക്രിസ്തീയ സമൂഹത്തോട് മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായൊരു ചിന്തയാണത്. അവർക്കത് ലഭ്യമാക്കാൻ, അവർക്ക് അത് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ സഭയ്ക്ക് ചുമതലയുണ്ട്. നമ്മൾക്കറിയാം, അദ്ദേഹം എഴുതിയ നീണ്ട രേഖയിലെ 2000 നമ്പറിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നമ്മുടെ നിധി എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരവും അത്യാവശ്യവുമായ ഒരു അവബോധം ഇവിടെ നാം കാണുന്നു. ദൈവത്തിൽ നമ്മുടെ നിധി, ദൈവമാണ് നിധി എന്ന സത്യം. ദരിദ്രരോട് ഇത് പ്രത്യേകം പറയണം. ഈ കാലഘട്ടത്തിൽ അത് കൊടുക്കണം. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് പോലെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ശക്തമായൊരു വചനമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം തിരുവചനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒന്നിച്ചേ പോകൂ. ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും വലിയ ഭക്തിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും സഹോദരനോട് വെറുപ്പും വിദ്വേഷവും അനീതിയും ചൂഷണവും പരിഗണനയില്ലായ്മയും ചെയ്യുന്നത് വലിയ വൈരുദ്ധ്യമാണ്. പലപ്പോഴും മനുഷ്യനത് ഓർക്കുന്നില്ല. അതാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ ഒരു നിയമവും പ്രത്യാശയുടെ രഹസ്യവുമാണിത്. അതാണ് മാർപ്പാപ്പ. വിശ്വാസത്തിൻ്റെ ഒരു നിയമമാണിത്. സഹോദരനും ദൈവവും ഒന്നിച്ചേ പോകൂ. പ്രത്യാശയുടെ രഹസ്യവുമാണ്. ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും, ഭൗതിക യാഥാർത്ഥ്യങ്ങളും, ലൗകിക സുഖങ്ങളും അഭിവൃദ്ധിയും എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദം നൽകാൻ അവയ്ക്ക് കഴിയുകയില്ല എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അതാണ് സത്യം. സമ്പത്ത് പലപ്പോഴും നിരാശപ്പെടുത്തുകയും ദാരുണമായ സാഹചര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. സമ്പത്ത് ഒത്തിരി ഉണ്ടായാൽ രക്ഷയെന്ന് വിചാരിക്കും. സമ്പത്തുള്ളവനോട് ചോദിക്കുക അവന് സമാധാനമുണ്ടോ എന്ന്. അതുകൊണ്ടാണ് അന്നന്ന് വേണ്ട ആഹാരം തരണം കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. അതില്ലെങ്കിൽ നമുക്ക് ദുരിതമാകും. ദരിദ്രൻ്റെ ഒരവസ്ഥ അതില്ലാതെ വരുന്നതാകും. അത് അന്നന്ന് വേണ്ടുന്ന അപ്പം എന്ന് പറയുമ്പോൾ വെറും ഭക്ഷണം മാത്രമല്ല, ആവശ്യമായത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എനിക്ക് തരണമെന്നല്ല ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് തരണമേ, എല്ലാവർക്കും ലഭിക്കണമേ എന്നതാണ്. അപ്പോൾ അതും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എല്ലാറ്റിനുമുപരി ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെടുകയും അവനെ കൂടാതെ ജീവിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിൽ നിന്ന്
ദാരിദ്ര്യം ജനിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വലിയൊരു സത്യമാണ്. ഇന്ന് മനുഷ്യൻ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് ഈ സത്യം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യം, ദൈവം നമുക്ക് ആവശ്യമായ കാര്യമാണ്, ഒരാഡംബരമൊന്നുമല്ല. ദൈവത്തെ കൂടാതെ നമുക്ക് പറ്റില്ല. ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടാൽ, അത് നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ അവനെ കൂടാതെ ജീവിക്കാനുള്ള ശ്രമം നടത്തിയാൽ എന്ത് സംഭവിക്കും? ദാരിദ്ര്യം അവിടെ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ദൈവത്തിലുള്ള വിശ്വാസവും മൂല്യങ്ങളുമാണ്, ദൈവിക മൂല്യങ്ങളുമാണ് നമുക്ക് ജീവിക്കാൻ ശക്തി പകർന്നു തരുന്നത്. മാർപ്പാപ്പ വിശുദ്ധ അഗസ്റ്റിൻ്റെ വലിയ പ്രചോദകനാണ്, അല്ലെങ്കിൽ ആരാധകനാണ്. എപ്പോഴും പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻസൈറ്റ് തരുന്ന, ഉൾക്കാഴ്ച തരുന്ന കൊട്ടേഷൻസ് നമുക്ക് സെൻറ്റ് അഗസ്റ്റിനിൽ കാണാൻ കഴിയും. ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്ന വാചനം ഇതാണ്: നിങ്ങളുടെ എല്ലാ പ്രത്യാശയും ദൈവത്തിലായിരിക്കട്ടെ. സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞതാണ്. അവന് വേണ്ടിയുള്ള നിങ്ങളുടെ ആവശ്യം അനുഭവിക്കുക. ഈ പറഞ്ഞ അവന് വേണ്ടിയുള്ള നമുക്ക് അവനെ ആവശ്യമുണ്ട്, അത് അനുഭവിക്കുക. അവൻ ആവശ്യം നിറവേറ്റട്ടെ. നമുക്ക് അവനില്ലാതെ നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം നിങ്ങളെ കൂടുതൽ ശൂന്യമാക്കും. അല്ലാതെ അവനെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊരു ഉള്ളിൻ്റെ ശൂന്യതയിലേക്ക് നയിക്കുകയുള്ളൂ എന്നത് സെൻറ്റ് അഗസ്റ്റിൻ എഴുതിയതാണ്. വലിയ ജീനിയസ്, പണ്ഡിതൻ, ബുദ്ധിമാൻ എഴുതിയതാണത്. അടുത്തത് 4-ാമത്തെ നമ്പറിലേക്ക് വരികയാണ്. അപ്പം ദൈവത്തെ അറിയാതിരിക്കുക എന്നതാണ് ദാരിദ്ര്യമെന്ന് പറഞ്ഞു. ദൈവത്തിന് വേണ്ടിയുള്ള ആവശ്യം, ദൈവത്തെ നമുക്ക് വേണമെന്ന ആ ആവശ്യം നമ്മളിലെല്ലാം ഉണ്ട്. അത് തൃപ്തിപ്പെടുത്തുമ്പോഴാണ് മറ്റുള്ളതെല്ലാം നേരെയാകുന്നത്, ദൈവത്തോട് ചേർന്നാണ്. അടുത്തത് നമ്മൾ കാണുകയാണ്, 4-ാമത്തെ പോയിന്റിലേക്ക് മാർപ്പാപ്പ വരികയാണ്. ജീവിതയാത്രയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായ ഒന്നാണ് ക്രൈസ്തവ പ്രത്യാശയെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. പ്രത്യാശയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സുനിശ്ചിതമായ ഒന്നാണ് ക്രൈസ്തവ പ്രത്യാശ. ഈ കൊല്ലം നമ്മൾ കൂടുതൽ ധ്യാനിച്ച വിഷയമാണ് പ്രത്യാശ എന്നുള്ളത്. ഓർക്കണം, പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യാശയാണ് നമ്മളെ നിരാശപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ഇടയാക്കുന്നത്. പ്രത്യാശ നശിച്ചവരുടെ ജീവിതം ശൂന്യമായി തീരുന്നതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഈ ദൈവവചനം നമ്മോട് ഇക്കാര്യമാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ മാനുഷിക ശക്തിയെ ആശ്രയിച്ചല്ല, മറിച്ച് എപ്പോഴും വിശ്വസ്തനായ ദൈവിക വാഗ്ദാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് പ്രത്യാശ വേണം. ഈ കാരണത്താൽ തുടക്കം മുതൽ തന്നെ ക്രൈസ്തവർ സ്ഥിരതയും സുരക്ഷയും നൽകുന്ന നങ്കൂരത്തെ പ്രത്യാശയുടെ പ്രതീകമായി കാണുന്നു. നങ്കൂരമാണ് നമ്മുടെ ഒരു ആദിമകാലത്തൊക്കെ വെച്ചിരുന്നത്. വിശ്വാസത്തെ കണ്ടത് എങ്ങനെയാണ്? അത് പ്രത്യാശയുടെ അടയാളമാണ് നങ്കൂരം. അപ്പോൾ ഉറപ്പുണ്ട്, മറിയല്ല. കപ്പലൊക്കെ വെള്ളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റോപ്പ് ചെയ്തിടുന്നത് നങ്കൂരം കൊണ്ടാണ്. അത് ഉറപ്പാണ്, പിന്നെ മറിയല്ല. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവായ ഈശോയുടെ വാഗ്ദാനത്തിൽ ഉറപ്പിക്കുന്ന ഒരു നങ്കൂരം പോലെയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ക്രൈസ്തവ പ്രത്യാശ ഇതൊരു ദൈവിക ദാനമാണ്. നമ്മൾ ഓർക്കണം, പ്രത്യാശ നമ്മൾ ഉണ്ടാക്കുന്നതല്ല. 3 കാര്യങ്ങളാണ് ദൈവിക പുണ്യങ്ങൾ, സുഹൃതങ്ങൾ എന്ന് പറയുന്നത്: വിശ്വാസം, പ്രത്യാശ, ഉപവി, സ്നേഹം. ഈ 3 എണ്ണമാണ്. ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിച്ച് അംഗീകരിച്ചാൽ ദൈവം ഇത് നമുക്ക് തരാതിരിക്കില്ല. ദൈവത്തിലുള്ള, അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ പറയുന്നത്, ഇത് നമ്മളിൽ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ്. വളരെ ശക്തമായാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവായ ഈശോയുടെ വാഗ്ദാനത്തിൽ ഉറപ്പിക്കുന്ന ഒരു നങ്കൂരമാണ് പ്രത്യാശ. അവൻ തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നമ്മെ രക്ഷിച്ചു. നോക്കിയ ഈ വചനം എല്ലാ പ്രസംഗങ്ങളിലും മാർപ്പാപ്പ ആവർത്തിക്കുന്ന കാര്യമാണ്.
രക്ഷ നമുക്ക് എവിടെയാണ്? കർത്താവിലാണ്. ഇത് നമ്മൾ മുറുകെ പിടിക്കണം, ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കണം. അവൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവനത് നമുക്ക് നേടിത്തന്നു. സഹനങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെയാണ്. ജീവിതത്തിലുണ്ട്, കർത്താവിൻ്റെ ജീവിതത്തിൽ അത് മുഴുവനും ഉണ്ട്. നമുക്കതാണ് രക്ഷയായി തീരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് രക്ഷയായി തീരാനുള്ളതാണ്. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ പക്കലേക്ക് അവൻ വീണ്ടും വരികയും ചെയ്യും. അതാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചു, മറാനാത്ത, കർത്താവെ വേഗം വരണമേ എന്നാണ്. നീ വീണ്ടും വന്നാലും വേഗം വരിക, നമ്മളെ ഈ പ്രത്യാശയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശൂന്യതയിലേക്കല്ല നമ്മൾ നീങ്ങുന്നത്. ഈ പ്രത്യാശ നമ്മുടെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ ചക്രവാളമായ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും, പത്രോസ്ലീഹായുടെ ഒരു വാചകമാണല്ലോ, പുതിയ ആകാശവും പുതിയ ഭൂമിയും. 2 പത്രോസ് 3:13 നമ്മളെ പുതിയ ചക്രവാളത്തിലേക്ക്, ആ ചക്രവാളം പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നമ്മെ നയിക്കും. അവിടെ ഓരോ ജീവിതത്തിന് അതിൻ്റേതായ യഥാർത്ഥ അർത്ഥം ലഭിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തുന്നത്, ലഭിക്കുന്നത്. കാരണം നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയതാണ് 3:20. എന്താണ്? നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗം, യഥാർത്ഥ ഭവനം സ്വർഗമാണ് എന്ന കാര്യം മറന്നിരിക്കുന്നതാണ് എന്ന് നാം മറക്കരുത്. മറന്നിരിക്കുന്നു. ഇവിടം കൊണ്ട് എല്ലാം തീരും, സ്വർഗം ഇവിടെയാണ് എന്ന് പഠിപ്പിക്കുന്ന ചിന്തകളാണ് ധാരാളം ആളുകളെ ആകർഷിക്കുന്നത്. ലൗകികത എന്ന് പറയുന്നത്, സെക്കുലറിസം, ഞാൻ പറയുന്നത് അത് ഈ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഇവിടങ്ങളെല്ലാം തീർന്നു, ഭൂമി മതി, ഇവിടെ സ്വർഗം ഉണ്ടാകണം, ഇവിടെ പണം വേണം, ഇവിടെ സുഖം വേണം എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തെ സൂചിപ്പിക്കുകയാണ്. ദാരിദ്ര്യത്തെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് മാർപ്പാപ്പ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇതാണ്. ദാരിദ്ര്യം ഒരു പുണ്യമൊന്നുമല്ല, ദാരിദ്ര്യം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതുമല്ല, അതിൻ്റെ ഉച്ചാടനം നടക്കണം. പക്ഷേ ദാരിദ്ര്യ അരൂപിയിൽ നമ്മളിന്ന് ജീവിക്കാൻ ഇടയാകണമെന്നതിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ മാർപ്പാപ്പയുടെ ആ പ്രസംഗം തീരുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടരാം. പ്രധാനപ്പെട്ടതാണ്. ദരിദ്രരെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ട ഒരു യഥാർത്ഥ പരിപ്രേക്ഷ്യം വളരെ ഭംഗിയായി മാർപ്പാപ്പ നമുക്ക് അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥ കൊട്ടേഷൻസ് കൊണ്ട് നിറഞ്ഞ ഒരു സന്ദേശമാണിത്. നമുക്ക് അത് കൂടുതൽ പ്രചോദനമുണ്ടാകട്ടെ, ജീവിതത്തെ ക്രമീകരിക്കാൻ ഇടയാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം നമ്മളെ അതിന് അനുവദിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.